ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഹെഡിങ് വരുന്നത് ഹോങ്ക് ഹോങ്ക് ടൂട്ട് ടൂട്ട് എന്നാണ്. ഇവിടെ ഹോങ് എന്ന് പറഞ്ഞാലും ടൂട്ട് എന്ന് പറഞ്ഞാലും അർത്ഥം വരുന്നത് വാഹനങ്ങളുടെ ഹോൺ, അതായത് ബസ്സായാലും കാറായാലും ഒക്കെ ആ വാഹനത്തിൻ്റെ ഹോണിൻ്റെ ശബ്ദത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോണിൻ്റെ ശബ്ദമാണ്. ഇനി നമ്മൾ യൂണിറ്റിലേക്ക് കടക്കുമ്പം ആദ്യം തന്നെ അവിടെ ദിസ് ഈസ് എ ബസ്. എന്താ, ഇതൊരു ബസ്സാണ്. ഈ ബ്ലൂ ബസ്, ഇത് ഏത് കളർ ബസ്സാണ്? നീല കളർ ബസ്സാണ്. ദ ബസ് ഈസ് ബിഗ്. ഈ ബസ് എന്താണ്? വളരെ വലുതാണ്. ബിഗ്. ബിഗ് എന്ന് തന്നെ അവിടെ കണ്ടില്ലേ, നമ്മൾ വലുതായിട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ദ ബസ് ഈസ് ബിഗ്. ഈ ബസ് എന്താ? വലിയ ബസ്സാണ്. അപ്പം അവിടെ കുട്ടികളോട് ചോദിക്കാനായിട്ട് ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ഈ ബസ്സിൻ്റെ കളർ എന്താണ്? ബസ്സിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളർ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് കടക്കുമ്പം അവിടെ ഒരു കാറിൻ്റെ പിക്ചറാണുള്ളത്. അപ്പം ദിസ് ഇസ് എ കാർ. ഇതൊരു കാറാണ്. എ റെഡ് കളർ. ഇത് എന്ത് കളർ കാറാണ്? റെഡ് കളർ, ചുവപ്പ് കളറാണ്. ദ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? ചെറുതാണ്. ബസ് ബിഗ് ആയിരുന്നു, ഇവിടെ കാർ ഈസ് സ്മോൾ. കാർ എന്താണ്? ചെറുതാണ്. അപ്പം അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? ഈ കാറിൻ്റെ കളർ എന്താണ്? റെഡ് കളറാണ്. ഇനി അടുത്ത പേജിലുള്ളത് എന്താ? ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാണ്. ഐ ആം എ ബസ്. ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് ബസ്. ഹോണടിക്കുന്ന ബസ്സാണ്. എ ബ്ലൂ ബസ് ഓൺ ദ റോഡ്. ഈ ബ്ലൂ ബസ് എവിടെ കൂടെയാണ് പോകുന്നത്? റോഡിലൂടെയാണ് പോകുന്നത്, അല്ലേ? റോഡിലൂടെയാണ് ബ്ലൂ ബസ് പോകുന്നത്. വേർ ഈസ് ദ ബസ് ഗോയിങ്? ഈ ബസ് എവിടേക്കാണ് പോകുന്നത്? അവിടെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഉത്തരമൊന്നും നമുക്ക് പറയേണ്ടതില്ല. കുട്ടികൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഉത്തരം അവിടെ കൊടുക്കട്ടെ. അവരുടെ പ്ലേസ് ഏതാണോ അതവിടെ കൊടുത്തോട്ടെ. അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം അവിടെ എഴുതിക്കോട്ടെ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവാണ്. അവിടെ ഐ എം എ കാർ. ഐ എം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. ഞാനൊരു കാറാണ്. ഞാനൊരു കാറാണ്. ടൂട്ട് ടൂട്ട് കാർ. ഹോണടിക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ ടൂട്ട് ടൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹോണുള്ള കാറാണ്. അപ്പം അവിടെ ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാർ എതിലൂടെ പോകുന്നത്? റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എവിടേക്കാണ് പോകുന്നത്? അവിടെയും നമുക്ക് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സ്ഥലം പറയട്ടെ. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് വരികയാണെങ്കിൽ ഐ ഹാവ് എ ഹോൺ. ബസ് പറയാണ് എനിക്കൊരു ഹോണുണ്ട്. ഹോങ് ഹോങ് ഹോൺ. എന്ത് ശബ്ദമുള്ള ഹോണാണ്? ഹോങ് ഹോങ് ശബ്ദമുള്ള ഹോണുണ്ട്. അപ്പം ദ ബസ് ഹാസ് ഹോൺ. ബസ്സിന് എന്തുണ്ട്? ഹോണുണ്ട്. ഇറ്റ് സൗണ്ട് ഹോങ് ഹോങ്. അതിൻ്റെ സൗണ്ട് എന്താണ്? ഹോങ് ഹോങ് ശബ്ദത്തിലാണ്. ഇനി നമുക്കവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഒരൊറ്റ ഹോൺ മാത്രമാണോ ഉള്ളതെന്നാണ് ചോദ്യം. യെസ്, ഒരു ഹോണേ ഉള്ളൂ ബസ്സിന്. അടുത്ത ചോദ്യം, നെയിം ദ അതർ പാർട്ട് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ മറ്റ് പാർട്സുകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം? ഡോർ, സീറ്റ്, സ്റ്റിയറിംഗ്, വൈപ്പർ, ടയർ. ഇതൊക്കെ ബസ്സിൻ്റെ മറ്റ് പാർട്സുകളല്ലേ? അപ്പം അതൊക്കെ എഴുതാം. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം ഐ ഹാവ് ലൈറ്റ്സ്. എനിക്ക് എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട്. കാറ് പറയാണ് എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. വൈറ്റ് ലൈറ്റ്സ്. എന്ത് കളർ ലൈറ്റാണ്? വൈറ്റ് കളർ, വെളുത്ത കളറ് ലൈറ്റുണ്ട്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. കാറിന് 2 ലൈറ്റ്സുകളുണ്ട്. ദേ ആർ വൈറ്റ്. രണ്ടും എന്ത് കളറാണ്? വൈറ്റ് കളറാണ്. അപ്പം അവിടെയുള്ളൊരു ക്വസ്റ്റ്യൻ, ദ കാർ ഹാസ് മെനി പാർട്സ്, ക്യാൻ യു നെയിം ദം? അപ്പോൾ എന്താണ് ചോദ്യം? കാറിന് ഒരുപാട് പാർട്സുകളുണ്ട്. ക്യാൻ യു നെയിം ദം? അതിൻ്റെയൊക്കെ പേരെന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ ബസ്സിൻ്റെ കുറച്ച് പാർട്സുകളൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ കാറിനും ടയറുണ്ട്,
ലൈറ്റ്സ് ഉണ്ട്, ഡോറുണ്ട്, സീറ്റ് ഉണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, അതുപോലെ വേറെയും കുറേ പാർട്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെത്തി പറയാം. ഇനി അടുത്ത പേജിൽ ബസ് പറയാണ് ഐ റൺ ഫാസ്റ്റ്. ഞാൻ എങ്ങനെയാണ് പോവല്? വളരെ വേഗത്തിലാണ്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പം മീ ടു. ബസ് പറഞ്ഞു ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് പോവുക. അപ്പോൾ കാറും പറയാണ് മീ ടു, ഞാനും നല്ല വേഗത്തിലാണ് പോവുക. അപ്പം അവിടുന്ന് ആരോ ഒന്ന് വിളിക്കുന്നുണ്ട്, ഹേയ് ദ ബസ് റൺ ഫാസ്റ്റ്. ബസ് എങ്ങനെയാണ് പോകുന്നത്? വളരെ വേഗത്തിലാണ്. ദ കാർ റൺ ഫാസ്റ്റ്. കാറും എങ്ങനെയാണ് പോകുന്നത്? വളരെ വേഗത്തിലാണ്. അപ്പം അവിടെ ഒരു ചോദ്യമുണ്ട്, ദ കാർ ആൻഡ് ബസ് റൺ ഫാസ്റ്റ്, ഈസ് ഇറ്റ് ഗുഡ്? കാറും ബസ്സും നല്ല വേഗത്തിലാണ് പോകുന്നത്, ഇതൊരു നല്ലതാണോ? നോ, നെവർ, ഒരിക്കലുമല്ല. ഇനി അടുത്ത പേജിൽ ഹോങ്ക് ഹോങ്, ഹേയ് കാർ ഗിവ് വേ. ബസ് ഹോണടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഹോണടിച്ച് പറയാണ്, ഹേയ് കാർ, കാർ എനിക്ക് വഴി മാറിത്താ, ഞാൻ പോവട്ടെ. അപ്പം സ്റ്റോപ്പ്, ഷൗട്ട് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ വളരെ ഉച്ചത്തിൽ പറഞ്ഞു സ്റ്റോപ്പ്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ്സും നിർത്തിയില്ല, കാറും നിർത്തിയില്ല, രണ്ടും നിർത്താതെ പോയി. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് വരുമ്പം പോലീസ് ഓഫീസർ എന്താ പറയുന്നത്? സ്റ്റോപ്പ്, നിർത്താൻ പറയുന്നുണ്ട്. ടൂട്ട് ടൂട്ട് യു മൂവ്. കാറ് വലിയ ഹോൺ അടിച്ചിട്ട് യു മൂവ്, മാറി നിൽക്കൂ. ഇനി അവിടെ ഒരു ചോദ്യമുണ്ട്, വാട്ട് വിൽ ഹാപ്പൻ നൗ? അപ്പം ഇനി അവിടെ എന്താ സംഭവിക്കുക? ഒരു ആക്സിഡൻറ്റ് സംഭവിക്കൂലേ, ഒരു അപകടം ഉണ്ടാവും. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പം ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചു. അടുത്ത പേജിൽ 2 ചോദ്യങ്ങളാണ്. വെർ ഇസ് ദ പോലീസ് ഓഫീസർ? പോലീസ് ഓഫീസർ എവിടെയാണ്? നിയർ ദ ബസ് ആൻഡ് കാർ. ബസ്സിൻ്റെയും കാറിൻ്റെയും അടുത്തുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, വാട്ട് വിൽ ദ പോലീസ് ഓഫീസർ ഡു? പോലീസ് ഓഫീസർ ഇനി എന്താ ചെയ്യുക? ഹി വിൽ ടേക്ക് ആക്ഷൻ. നിർത്താതെ പോയി ആക്സിഡൻ്റ് ഉണ്ടാക്കിയതിന്, അപകടം ഉണ്ടാക്കിയതിനെതിരെ ആക്ഷൻ എടുക്കും. ഹോച്ച് മൈ ഹോൺ. ബസ് പറയാണ്, ഹോ എൻ്റെ ഹോൺ. ദ ഹോൺ ഫെൽ ഡൗൺ. ഹോണിന് എന്താ സംഭവിച്ചത്? ഹോൺ നിലത്ത് വീണു. ദ കാർ ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും വീണുപോയി. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഹോ മൈ ലൈറ്റ്. കാറ് പറയാണ്, എൻ്റെ ലൈറ്റ്. ആ പേജിൽ 2 ചോദ്യങ്ങളുണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ ബസ്? ബസ്സിന് എന്താ സംഭവിച്ചത്? ദ ഹോൺ ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണ് നിലത്ത് വീണു. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ കാർ? കാറിന് എന്താ സംഭവിച്ചത്? കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റും വീണുപോയി. ഈസ് ഇറ്റ് യുവർ മിസ്റ്റേക്ക്? ബസ് പറയാണ് കാറിനോട്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. അപ്പം അപകടം വന്നതിന് കാരണം ബസ് പറയാണ് കാറിനോട്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. കാറ് വിട്ടുകൊടുക്കുമോ? കാർ വിട്ടുകൊടുത്തില്ല. കാറ് പറഞ്ഞു, നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ദ ബസ് ഈസ് ആംഗ്രി. ബസ് എന്തായി? ബസ്സിന് ദേഷ്യം വന്നു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി. കാറിനും ദേഷ്യം വന്നു. അവിടെ 2 ചോദ്യങ്ങളുണ്ട്. വൈ ഈസ് ദ ബസ് ആംഗ്രി? ബസ്സിന് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത്? ദ ബസ് ഹോൺ ഫെൽ ഡൗൺ. ബസ്സിൻ്റെ ഹോണ് നിലത്ത് വീണു. വൈ ഈസ് ദ കാർ ആംഗ്രി? കാറിന് എന്താ ദേഷ്യം വരാൻ കാരണം? ദ കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ. കാറിൻ്റെ ലൈറ്റ് നിലത്ത് വീണു. ഇവിടെ കാറും ബസ്സും പരസ്പരം ദേഷ്യപ്പെടുമ്പം പോലീസുകാരൻ പറയാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്കാണ്. ബസ്സിനോട് പറയാണ്, ഐ ആം സോറി സർ. അപ്പം ബസ് എന്ത് പറഞ്ഞു? സോറി സർ, ക്ഷമ ചോദിക്കുകയാണ് ബസ്. ഇനി പോലീസുകാരൻ കാറിനോട് പറയാണ്, ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇത് നിൻ്റെയും കൂടെ മിസ്റ്റേക്കാണ്.
അപ്പം കാറും സോറി സർ, കാറും ക്ഷമ ചോദിക്കുകയാണ്. അവിടെ 2 ചോദ്യങ്ങളുണ്ട്. വു മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്. ആരാണ് റോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? അതിന് ഉത്തരം എന്താ? ബോത്ത് കാർ ആൻഡ് ബസ്. കാറിനും ബസ്സിനും സെയിം റോളുണ്ട്, രണ്ടാളുമാണ് അപകടം ഉണ്ടാക്കിയത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ പോലീസ് ഓഫീസർ സേ? എന്താണ് പോലീസ് ഓഫീസർ പറഞ്ഞത്? ബോത്ത് കമ്മിറ്റഡ് മിസ്റ്റേക്ക്. രണ്ടാളും അപകടം ഉണ്ടാക്കണതിൽ തുല്യ പങ്കുണ്ട്. 2 ബസ്സിനും കാറിനും അപകടം ഉണ്ടാക്കിയതിൽ തുല്യ പങ്കുണ്ട് എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. ഹിയർ ഈസ് ദ ഹോൺ. നിങ്ങളുടെ ഹോൺ ഇതാന്ന് പറഞ്ഞിട്ട് ഒരു മങ്കി ഹോൺ എടുത്തിട്ട് ബസ്സിന് വെച്ച് കൊടുക്കുകയാണ്. അവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഹു ഹെൽപ്പ് ദ ബസ്. അപ്പം ആരാണ് ബസ്സിന് ഹോൺ വെച്ച് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്ത് സഹായിച്ചത്? ഒരു മങ്കിയാണ് അല്ലേ. ഇനി അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഹു ഹെൽപ്പ് ദ കാർ. കാറിന് ലൈറ്റ് വീണ് പോയിട്ടുണ്ടായിരുന്നു. ആ ലൈറ്റ് വെച്ച് കൊടുക്കാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്? ഒരു കൗ ആണ്. ഇത് നമുക്ക് നെക്സ്റ്റ് പേജിലാണ് ആ കൗ ഹോൺ വെച്ച് കൊടുക്കുന്ന പിക്ചർ ഉള്ളത്. ദ ഹോൺ ഈസ് റെഡി, ദ ലൈറ്റ് ഈസ് റെഡി, ദ ബസ് ആൻഡ് ദ കാർ ആർ ഹാപ്പി. ഇവിടെ ഹോണും റെഡിയായി, ലൈറ്റും റെഡിയായി. അപ്പോൾ ബസ്സും കാറും എന്തായി? ഹാപ്പിയായി, നല്ല സന്തോഷത്തിലായി. താങ്ക് യു സർ, താങ്ക് യു സർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാറ് പോകുന്നു. അപ്പം പോലീസുകാരൻ എന്ത് പറയുന്നു? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് ബസ്സിനോടും കാറിനോടും പോലീസ് പറയാണ്, ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ബസ് ബൈ സർ എന്ന് പറഞ്ഞ് ബസ്സും പോയി. ഇവിടെ ഒരു ചോദ്യമുണ്ട്. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? ഇനി ആ ബസ്സും കാറും ഫാസ്റ്റായിട്ട്, അതായത് ഓവർ സ്പീഡിൽ പോവോ? ഇല്ല, നോ. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. പച്ചമരങ്ങൾ, പച്ചമരങ്ങൾ, നിങ്ങൾ എന്തു ഭംഗിയാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെയെല്ലാം കണ്ടതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. നീലപ്പക്ഷികൾ, നീലപ്പക്ഷികൾ, നിങ്ങൾ എന്തൊരു ഭംഗിയാണ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെയെല്ലാം കണ്ടതിൽ ഞാൻ എന്തു സന്തോഷവാനാണ്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നന്ദി.